നമ്മൾ ഏതൊരു ക്ലാസ്സിലാണെങ്കിലും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടഫായിട്ടുള്ള എക്സാംസിൽ എങ്ങനെയാണ് നല്ല മാർക്സ് സ്കോർ ചെയ്യുക എന്നുള്ളതായിരിക്കും അല്ലേ. അപ്പോൾ എക്സാം നമുക്കൊരു സബ്ജക്റ്റിൻ്റെ ടഫാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ആ സബ്ജക്റ്റും കൂടെ എന്തായിരിക്കും, കുറച്ച് ടഫായിരിക്കും. ഒരു റീസൺ. രണ്ടാമത്തെ കാര്യം, ചിലപ്പോൾ നിങ്ങൾക്ക് ഈസി ഉള്ള ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ കൂടെ എക്സാമിൻ്റെ പാറ്റേൺ ഒക്കെ കുറച്ചൊന്ന് ടഫായിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ സിലബസിനേക്കാൾ കുറച്ച് ഹൈ ലെവലിലൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പറ്റാറുണ്ട്, ആ എക്സാം ടഫായിട്ട് മാറും. നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് എങ്ങനെ ആയാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാതെയാവും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മിസ് പറയാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ടഫായിട്ടുള്ള സബ്ജക്ട്സ് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുക. ഇനി അഥവാ എക്സാം ടഫാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ടഫായിട്ട് ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ പൊതുവേ നിങ്ങൾക്ക് ഒരു എക്സാം ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ ടഫ് ആവാറുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഏതാണ് നിങ്ങളുടെ ആ സബ്ജക്റ്റ് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ആദ്യം മക്കളെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാനിങ് ആണ്. അപ്പോൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഭയങ്കര കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിലും സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പ്ലാനിങ്ങിലൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കൊരു പ്രോപ്പർ പ്ലാൻ ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വരില്ല, നമുക്ക് ഒരു പരിധി വരെ സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഒരു എക്സാം മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും, അല്ലെ ആ സബ്ജക്റ്റിനെ ഈസി ആക്കി മാറ്റാൻ പറ്റും. ഇനി അതല്ല എക്സാം പാറ്റേൺ ഒക്കെ മാറുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ ആ മാറിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ പണി കഴിഞ്ഞില്ലേ. അപ്പം നിങ്ങൾക്ക് ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് ഞാൻ ഈ ചാപ്റ്റർ ഇങ്ങനെ പഠിക്കും, അതിനുശേഷം ഞാൻ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് എന്തുണ്ടായിരിക്കണം, നമ്മൾ എന്താണ് ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ എക്സാം ടഫാക്കുന്നത്, അപ്പോൾ ആ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യണം. ഇനി ചില സബ്ജക്ട്സ് ചില മക്കൾക്ക് കുറച്ച് ടഫായിരിക്കും, അപ്പോൾ നമ്മുടെ പ്ലാനിങ്ങിൽ നമ്മുടെ ടൈം ടേബിൾ ഇൻക്ലൂഡ് ആവുമല്ലോ, അപ്പോൾ അതിനകത്ത് ആ സബ്ജക്റ്റിന് വേണ്ടി നമ്മൾ കുറച്ച് കൂടുതൽ സമയം നമ്മൾ കൊടുക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഈ പ്ലാനിങ്ങിൽ ഇൻക്ലൂഡ് ആവും. അപ്പോൾ പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം, നമ്പർ 1 നിങ്ങളുടെ ആ സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു എക്സാം നിങ്ങൾക്ക് ഈസി ആക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ പ്ലാനിങ് അല്ലെങ്കിൽ അണ്ടർ പ്ലാനിങ് ഉണ്ടാവരുത്. ഓവർ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് രാവിലെ 6 മണിക്ക് എഴുന്നേക്കും, 6 ആകുമ്പോഴേക്കും പല്ല് കഴിച്ച് എൻ്റെ ബാക്കി പണികളൊക്കെ തീർത്ത് 6:30 ഞാൻ പഠിക്കാൻ തുടങ്ങും, 6 മുതൽ 8:30 വരെ ഞാൻ പഠിക്കും, 8:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, അത് കഴിഞ്ഞ് 10 മിനിറ്റ് ഞാൻ ബ്രേക്ക് എടുക്കും, അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പഠിക്കും. അങ്ങനെ നമ്മുടെ ഓരോ മിനിറ്റും നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എന്താ പറ്റുക, ഭയങ്കര സ്ട്രെസ്സായി അല്ലേ. എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനിടയിൽ വന്നു കഴിഞ്ഞാൽ അയ്യോ എല്ലാം കയ്യിൽ നിന്ന് പോയി. ഇനി അണ്ടർ പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ എന്താ, ഇന്ന് ഈ സബ്ജക്റ്റ് പഠിക്കാം, അല്ലെങ്കിൽ ഇന്ന് മാത്സ് പഠിക്കാം, ഇന്ന് ഫിസിക്സ് പഠിക്കാം, കുറച്ച് ഉറങ്ങാം, കുറച്ച് റെസ്റ്റ് എടുക്കാം. പ്രോപ്പറായിട്ടൊന്നും പ്ലാൻഡ് അല്ല. അതായത് ഇന്ന് നിങ്ങൾ ഫിസിക്സ് പഠിക്കാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അല്ലെങ്കിൽ മാത്സ് പഠിക്കാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, മാത്സിൽ ഏത് ചാപ്റ്റർ ഏത് ടോപ്പിക്ക് എന്നൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ അത് അണ്ടർ പ്ലാനിങ് ആണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരിക്കണം. ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് പഠിക്കും, ഏത് ചാപ്റ്റർ പഠിക്കും, ഏത് ടോപ്പിക്ക് പഠിക്കും, അത് മാത്രമല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി അടുത്തതാണ് ബ്രേക്ക് എടുക്കാതിരിക്കുക എന്നുള്ളത്. ചില മക്കളൊക്കെ ഇങ്ങനെ നല്ല പോലെ മോട്ടിവേറ്റഡായി പ്ലാനിങ് ഒക്കെ ചെയ്ത് ഫുൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യും. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ് ആ ഡേ ത്രൂ ഔട്ട് ചെയ്യും. ഒരു ബ്രേക്ക് പോലും എടുക്കില്ല. ബ്രേക്ക് എങ്ങാനും എടുത്തു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ അത് പോവോ, ഞാൻ ആ ഒരു ഫ്ലോയിൽ വന്ന് തീർന്നു പോകുമെന്ന് കരുതിയിട്ട് ബ്രേക്ക് എടുക്കാതെ ആ ഡേ ത്രൂ ഔട്ട് പഠിക്കും. ചിലപ്പോൾ 2 ദിവസം പഠിക്കും, ചിലപ്പോൾ 3 ദിവസം പഠിക്കും, ചിലപ്പോൾ ഒരാഴ്ച പഠിച്ചെന്നിരിക്കട്ടെ. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സായി അല്ലേ. നമ്മൾ 1 മിനിറ്റ് പോലും ബ്രേക്ക് എടുക്കാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് ഭയങ്കര സ്ട്രെസ്ഡായി. പിന്നെ നമ്മൾ ആ പ്ലാനിങ്ങും ആ പഠിത്തമൊക്കെ മടുക്കാൻ തുടങ്ങും. അവിടെയാണ് എൻ്റെ കുട്ടിയൊക്കെ ഒരു മിസ്റ്റേക്ക് പറ്റുന്നത്. സോ പ്രോപ്പറായിട്ടുള്ള ബ്രേക്കുകൾ ഓരോ 1 hour അല്ലെങ്കിൽ 2 hour നിങ്ങൾ എടുക്കുക. ആ ബ്രേക്കുകൾ എന്തായിരിക്കണം, സ്ക്രീൻ ഫ്രീ ബ്രേക്ക് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഫോണിലോ ഇൻസ്റ്റഗ്രാമിലോ സോഷ്യൽ മീഡിയ സ്പെൻഡ് ചെയ്യാത്ത നിങ്ങൾ റിലാക്സ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബ്രേക്സ് എടുക്കുക. ഓക്കെ, ഒരു 4 hours ഒക്കെ കഴിയുമ്പോൾ ഒരു ലോങ് ബ്രേക്ക്, ഒരു ½ an hour ഒക്കെ ബ്രേക്ക് മസ്റ്റായിട്ട് നിങ്ങൾ എടുക്കുക. ഓക്കെ, ഇങ്ങനെ ബ്രേക്ക് എടുത്ത് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം മിസ് പറഞ്ഞത് ഇൻറ്റൻസിറ്റിയാണ്. ഒരാഴ്ച പോലും ഒരു ബ്രേക്ക് ഒന്നും എടുക്കാതെ പഠിക്കുക ഹൈ ഇൻറ്റൻസിറ്റിയിൽ നിങ്ങൾ പഠിക്കുന്നു. അത് നമ്മളെ പെട്ടെന്ന് ടയേർഡാക്കും, മടുത്തു എന്നുള്ളൊരു ലെവലിലേക്ക് എത്തിക്കും. പക്ഷെ അതല്ല നമുക്ക് വേണ്ടത്. എന്താണ്, കൺസിസ്റ്റൻസിയാണ്. എല്ലാ ദിവസവും നമുക്ക് ആ കാര്യം ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ട് ഓരോ ദിവസവും കുറച്ച് കാര്യങ്ങളായിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മടുക്കില്ല. അങ്ങനെ മടുക്കാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിസ് നേരത്തെ പറഞ്ഞ ആ പ്ലാനിങ്ങിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്കൊരു ടൈം ടേബിൾ ഉണ്ടാവണം. അതായത് എല്ലാ ദിവസവും, ഇപ്പോൾ ഒരാഴ്ചയാണെങ്കിൽ ആ ഒരാഴ്ചയിൽ 3 ദിവസം ഫിസിക്സ്, അല്ലെങ്കിൽ 3 ദിവസം 4 ദിവസം മാത്സ്. അപ്പോൾ നമ്മൾ വേഗം മടുക്കും. അപ്പോൾ നമ്മുടെ പ്ലാനിങ് എന്തായിരിക്കണം,
ഒരു ദിവസം ഫിസിക്സ് ആണെങ്കിൽ അടുത്ത ദിവസം ബയോളജി, പിന്നെ കെമിസ്ട്രി, അങ്ങനെ നമുക്ക് മാറ്റി മാറ്റി പഠിക്കാനുള്ള രീതിയിൽ നിങ്ങളെ ടയേർഡ് ആക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ബ്രേക്സും ഒക്കെ തന്നുകൊണ്ടുള്ള പഠിത്തമായിരിക്കണം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മക്കളെ, നിങ്ങളിപ്പോൾ ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്ത സബ്ജക്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾ പഠിച്ചു എന്നിട്ട് അത് റിവിഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ പഠിച്ചത് മൊത്തം വേസ്റ്റ് ആണെന്ന് എൻ്റെ മക്കൾക്ക് അറിയാവോ? അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളിനി അറിയണം. അതായത് ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ച് ഒരു 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പഠിച്ചതിൻ്റെ പകുതിയോളം നിങ്ങൾ മറക്കും. അത് നിങ്ങൾ മാത്രമല്ല, മിസ്സും മറക്കും. എല്ലാവരും ഹ്യൂമൻ നേച്ചറാണത്. ഓക്കെ, അപ്പോൾ നമ്മളത് മറക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളൊരു ദിവസം ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ നമ്മളത് റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 2 ഡേയ്സിനുള്ളിൽ നമ്മൾ റിവൈസ് ചെയ്യണം. ഇപ്പോൾ ഇന്ന് നിങ്ങൾ പഠിച്ചു എന്ന് കരുതാം. ഇപ്പോൾ ഇന്ന് നിങ്ങളൊരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നിങ്ങൾ റിവൈസ് ചെയ്യാം. പിന്നെ ഒരു 2 ഡേയ്സ് കഴിഞ്ഞിട്ട് ഒരു 4th ഡേ നിങ്ങൾ റിവൈസ് ചെയ്യാം. പിന്നെ ഒരു 3 ഡേയ്സ് കഴിഞ്ഞിട്ട് ഒരു 6th ഡേയിൽ അല്ലെങ്കിൽ 7th ഡേയിൽ റിവൈസ് ചെയ്യാം. അങ്ങനെ ഒരു ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ആ പഠിച്ച ടോപ്പിക്ക് റിവൈസ് ചെയ്യണം. റിവിഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ആ കാര്യം പഠിക്കുകയല്ല. അപ്പോൾ പല മക്കളും 3 പ്രാവശ്യം തന്നെ ഇത് റിവൈസ് ചെയ്യാന്ന് പറയുമ്പോൾ സമയം എവിടെയാണ് മിസ് എന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാൻ 1 മണിക്കൂർ എടുത്തെങ്കിൽ നിങ്ങൾ റിവിഷൻ ചെയ്യാൻ 10 മിനിറ്റ് എടുക്കുള്ളൂ. അതെങ്ങനെയാണ് അപ്പോൾ റിവിഷൻ ചെയ്യുക? ഒന്നെങ്കിൽ ആ ടോപ്പിക്കിൽ ഒരു ചോദ്യം എടുത്ത് ചെയ്യുക, അല്ലെങ്കിൽ ആ പഠിച്ച കാര്യം അപ്പം ഞാൻ മൈറ്റോകോൺട്രിയനെ കുറിച്ച് പഠിച്ചു, അങ്ങനെയാണെങ്കിൽ ആ മൈറ്റോകോൺട്രിയനെ കുറിച്ച് ഞാൻ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ സെല്ലിനെ കുറിച്ച് ഞാൻ പഠിച്ചു, അപ്പോൾ പഠിച്ച കാര്യം നിങ്ങൾ പിന്നെ ബുക്കും നോട്ടിരുന്ന് വായിക്കേണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക. റിവിഷൻ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. പല രീതിയിൽ നിങ്ങൾക്ക് എഴുതി റിവിഷൻ ചെയ്യാം, നിങ്ങൾക്ക് മറ്റൊരാൾക്ക് പറഞ്ഞ് റിവിഷൻ ചെയ്യാം, നിങ്ങൾക്ക് തന്നെ റീകോൾ ചെയ്തിട്ട് കണ്ണാടീനെ മുന്നിൽ വെച്ച് റിവൈസ് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് റിവൈസ് ചെയ്യാം, ചോദ്യങ്ങൾ എഴുതിക്കൊണ്ട് റിവൈസ് ചെയ്യാം. അങ്ങനെ റിവിഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ച്. നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അതായത് പ്രോപ്പർ പ്ലാനിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിങ്ങളുടെ ഈ ഒരു ഹോൾ അക്കാഡമിക് ഇയർ, ഈ ഒരു വർഷം നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തിൻ്റെ കംപ്ലീറ്റ് പ്ലാൻ നമ്മുടെ കയ്യിലുണ്ട്. അതായത് നിങ്ങളിപ്പം ഈ ഒരു വർഷം ഏതൊക്കെ ഓരോ ദിവസവും ഓക്കെ ഒരു അക്കാഡമിക് ഇയറിൻ്റെ പ്ലാനാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ ഒരു പ്ലാനിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മന്ത്ലി ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഓരോ മാസവും നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, ഓരോ ദിവസവും നിങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളതിൻ്റെ പ്രോപ്പർ ബ്രേക്ക് ഡൗൺ ഉണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എന്ത് തരും? ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ തരുന്നുണ്ടാകും. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസും നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് തരും, വർക്ക്ഷീറ്റിൻ്റെ ഒക്കെ രൂപത്തിൽ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനും വേണ്ടി പറ്റും? റിവൈസ് ചെയ്യാനും ഒക്കെ പറ്റും. ഓക്കെ, അപ്പോൾ ഇതേപോലെയൊക്കെ എൻ്റെ മക്കൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ. കാരണം കുറച്ചായിട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രഷർ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഈ പറഞ്ഞ പോയിൻറ്റ്സ് എൻ്റെ മക്കൾക്ക് ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹമുള്ള മക്കളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്.